ബാധിച്ച വ്രണം പോലെ ഇസ്ലാമിക തീവ്രവാദം ഇപ്പോൾ യൂറോപ്പിനെ കഠോര പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇടിവണ്ടികളും കത്തിക്കുത്തുകളും സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളുമായി ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും യൂറോപ്പിലില്ല എന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഉദാരമായ മനുഷ്യ സ്നേഹത്തിന്റെയും കരുണയുടെയും പിൻബലത്തിൽ തങ്ങളുടെ രാജ്യത്തേക്ക് അഭയവും ശരണവും ചോദിച്ചെത്തിയ ഇസ്ലാമിക കുടിയേറ്റക്കാർ ഇന്ന് യൂറോപ്പിലെ ഓരോ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് ആ രാഷ്ട്രങ്ങൾക്ക് കനത്ത ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഒരിക്കലും നന്നാകാത്ത തെമ്മാടികളുടെ കേവലം ഒച്ചയും ബഹളവും ചീത്ത വിളിയുമൊക്കെ ആയിരുന്നുവെങ്കിൽ അത് പോട്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ കിടക്കാൻ ഒരിടവും കഴിക്കാൻ ആഹാരവും കൊടുത്ത തദ്ദേശീയരുടെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കി അവരുടെ വിലപ്പെട്ട ജീവൻ എടുത്തുകൊണ്ടാണ് ഈ കുടിയേറ്റ ക്രിമിനലുകൾ അവരുടെ തനിനിറം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ആസൂത്രിതമായി യൂറോപ്പിലേക്ക് എത്തിയ ഇസ്ലാമിക കുടിയേറ്റക്കാർ നടത്തിക്കൊണ്ടിരുന്നത് സമാനതകളില്ലാത്ത പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും അടങ്ങുന്ന ഭീകര ആക്രമണങ്ങളാണ്. 2025 എന്ന ഈ പുതുവർഷം പിറന്നതിന് ശേഷം കേവലം 2 മാസത്തിനുള്ളിൽ 6ഓളം ഭീകര ആക്രമണങ്ങളാണ് യൂറോപ്പിലാകമാനം നടന്നത്. ജനുവരി 22-ന് ബവേറിയൻ സിറ്റി ഓഫ് അസെഫൻബർഗ് എന്ന രാജ്യത്ത് എനാമുള്ള എന്ന ഭീകരൻ കരുണയുടെ കണിക പോലും ഇല്ലാതെ കൊന്നൊടുക്കിയത് 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയെയായിരുന്നു. ഫെബ്രുവരി 13-നാകട്ടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറിയ ഫർഹാൻ നൂറി എന്ന വ്യക്തി കൊലപാതകം ലക്ഷ്യമാക്കിക്കൊണ്ട് കാർ ഓടിച്ച് ആൾക്കൂട്ടത്തിലേക്ക് കയറ്റി 2 പേരെ കൊല്ലുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 25-ന് സിറിയൻ അഭയാർത്ഥിയായ തീവ്രവാദി ഓസ്ട്രിയയിലെ ടൗണിൽ നടത്തിയ കത്തി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഫെബ്രുവരി 19-ന് വിയന്നയിൽ ഭീകരാക്രമണം നടത്താൻ ഒരുമ്പെട്ടതിന്റെ പേരിൽ ഒരാൾ പോലീസ് പിടിയിലായി. ഇത്തരത്തിൽ ഇസ്ലാമിക കുടിയേറ്റക്കാരുടെ അതിഭീകരമായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ഉഴലുന്ന വല്ലാത്ത ദുരവസ്ഥയിലേക്ക് യൂറോപ്പ് നിബന്ധിച്ചു പോയിരിക്കുകയാണ്. മതതീവ്രവാദത്താൽ മതിഭ്രംശം ബാധിച്ച ഭീകരവാദികളുടെ കത്തി ആക്രമണത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 2 സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ഫ്രാൻസിലും ജർമ്മനിയിലുമാണ്. കിഴക്കൻ ഫ്രാൻസിലെ ഒരു ടൗൺ മാർക്കറ്റിലായിരുന്നു കൊലക്കത്തിയുമായി അലറി വിളിച്ച് കടന്നുവന്ന ഇസ്ലാമിക ഭീകരൻ അതിശക്തമായ കത്തി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. മാരകമായ ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജീവൻ കൊത്തിപ്പറിച്ചെടുക്കുമ്പോൾ ഇയാൾ ഉന്മാദത്തോടെ അലറി വിളിച്ച വാക്കുകൾ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കാൻ ഈ മത തീവ്രവാദിയെ സംബന്ധിച്ചിടത്തോളം അയാളെ പ്രേരിപ്പിച്ച കാര്യമായതുകൊണ്ടായിരിക്കാം എന്നതാണ് ഏറെ ദയനീയം. അല്ലാഹു അക്ബർ വിളിയോടെ കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിച്ച ഈ ഭീകരനെ നിയന്ത്രിക്കുവാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചു. അതിൽ 2 പോലീസുകാർ അതീവ ഗുരുതര അവസ്ഥയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കത്തി ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കൃത്യമായി ഇസ്ലാമിക ഭീകര പ്രവർത്തനം തന്നെയാണെന്നും ഇത്തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനങ്ങളെയും ഫ്രാൻസിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്നും പറഞ്ഞിരിക്കുകയാണ്. Alors que je voulais évidemment m'exprimer suite à l'attentat terroriste de Mulhouse pour d'abord exprimer mes condoléances à la famille de la victime et dire la solidarité de toute la nation. Bon, la victime est en effet sa famille et ses proches. Le procureur. ഇതേ സമയത്ത് തന്നെ ജർമ്മനിയിലെ ബെർലിനിലെ ഹോളോകാസ്റ്റ് സ്മാരക സ്ഥലത്ത് 19-കാരനായ സിറിയക്കാരൻ സ്പാനിഷ് വിനോദസഞ്ചാരിയെ കുത്തിക്കൊന്നതും നടുക്കത്തോടെയാണ് ലോകം കേട്ടത്. അതും ഇസ്ലാമിക തീവ്രവാദ ആക്രമണമായിരുന്നുവെന്നുള്ള സ്പാനിഷ് പോലീസിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്പെയിനിൽ നിന്ന് ഹോളോകാസ്റ്റ് സ്മാരകം സന്ദർശിക്കാനെത്തിയ ടൂറിസ്റ്റിനെ കുത്തിക്കൊന്നതിനു ശേഷം രക്ഷപ്പെട്ട സിറിയക്കാരനായ പ്രതിയെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പോലീസ്
പിടികൂടുകയായിരുന്നു. പിടിയിലാകുമ്പോൾ ഇയാളുടെ കയ്യിലും വസ്ത്രങ്ങളിലുമെല്ലാം കൊല്ലപ്പെട്ട സ്പാനിഷ് പൗരന്റെ രക്തം പുരണ്ടിരുന്നു. ലോകമെങ്ങും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ വെമ്പൽ പൂണ്ട് നടക്കുന്ന ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അവലംബിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിതര രാഷ്ട്രങ്ങൾ മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന കുടിയേറ്റം. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ അതവർ വിജയകരമായി നടപ്പിലാക്കി എന്നതാണ് സത്യം. അഭയം കൊടുക്കത്തക്ക നിലയിലുള്ള ദയനീയ അവസ്ഥകൾ ഇത്തരക്കാർക്കുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ പലതും അതിന് തയ്യാറായത്. എന്നാൽ ഈ അഭയാർത്ഥികളിൽ ഭൂരിപക്ഷവും ആസൂത്രിതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും അവരുടെ ശോഭകമൂകമായ മുഖഭാവങ്ങൾ അതിര് കടന്ന അഭിനയവുമായിരുന്നുവെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നീട് തെളിഞ്ഞത്. ഭയപ്പെടുത്തി കാര്യങ്ങൾ അധീനമാക്കുക എന്നതാണ് ഇത്തരക്കാർ അവലംബിക്കുന്ന മറ്റൊരു മാർഗം. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചും അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശീയഹത്യക്ക് ഇരയാക്കിക്കൊണ്ട് ഇത്തരക്കാർ നടപ്പിലാക്കിയത് അതാണ്. ഇവരുടെ ഏറ്റവും വലിയ കീഴടക്കൽ തന്ത്രം എന്ന് പറയുന്നത് അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവിലൂടെ അധീശത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിലും മറ്റും ആ കാര്യങ്ങൾ കൃത്യമായി വർക്കൗട്ടായി കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ നടമാടിയ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിന് ചാലകമായി വർത്തിച്ചത് ഇടത് ലിബറൽ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഭീകരതയുടെ പിടിയിലായിരിക്കുന്ന ജർമ്മനിയിലെയും ഫ്രാൻസിലെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് വസ്തുതാപരം തന്നെയാണെന്നും മനസ്സിലാകും. ഭീകരതയെ കരുതിയിരിക്കുവാനും അതിനെതിരെ ജാഗ്രത എടുക്കാനുമുള്ള മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടത് സ്വതന്ത്ര ഇസ്ലാമിക നിലപാടുകളിൽ ഊന്നി കനത്ത ഔദാര്യങ്ങളുമായി കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ ഇപ്പോൾ തീവ്രവാദികളുടെ കൊലക്കത്തി തങ്ങളുടെ നെഞ്ചിൽ കേറുന്നത് എപ്പോഴാണെന്നറിയാതെ ചങ്കിടിപ്പോടെ പരക്കം പായുന്ന രംഗങ്ങളാണ് യൂറോപ്പിൽ നിന്ന് കാണുന്നത്. ഇടത് ആശയങ്ങൾ കൂടാതെ യൂറോപ്പിനെ ഇത്തരത്തിൽ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ തനത് ക്രൈസ്തവീക നന്മകളിൽ നിന്നും വേദപുസ്തക അടിത്തറയിൽ നിന്നും വ്യതിചലിച്ചത് തന്നെയാണ്. സർവശക്തനായ ദൈവത്തെയും തന്റെ പ്രമാണങ്ങളെയും തിരസ്കരിച്ചു കളഞ്ഞത് തന്നെയാണ് യൂറോപ്പിന് വന്നു ഭവിച്ച ഏറ്റവും വലിയ ദുരവസ്ഥ. ഇപ്പോൾ ഒരു കാര്യത്തിൽ അവർക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ്. ഇടത് ആശയങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി തീവ്ര വലതുപക്ഷത്ത് നിലകൊള്ളണമെന്നത് 20ഓളം രാജ്യങ്ങൾ ആ കാര്യത്തിൽ ശക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. പക്ഷേ അവിടം കൊണ്ട് കാര്യങ്ങൾക്ക് പരിഹാരമാകില്ല. ക്രൈസ്തവ അസ്തിത്വത്തിലേക്ക് തന്നെ യൂറോപ്പ് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. അതിന് മാനദണ്ഡമാക്കാൻ പറ്റിയത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് കൊളുത്തുവിട്ട ക്രൈസ്തവികതയിലും മൂല്യങ്ങളിലുമൂന്നിയ അതിശക്തമായ കുടിയേറ്റ വിരുദ്ധ നീക്കം തന്നെയാണ്. അതിന് മനസ്സില്ലെങ്കിൽ ഇനി അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉറപ്പാണ്. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.